ನನ್ನ ಮಾತುಗಳನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ವಾಖಿರು ದಅವಾನಾ ಅನಿಲ್ ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಲ್ಲಾ ನಿಂಗೆ ಒರಿಕಲ್ಲ ಇಂಗನ ಮೇಲೆ ನಿಕ್ಕಂಡಂಗೆ ಅಲ್ಲ ನೀ ಕೂಡ ಭವಿಷ್ಯ ಉಂಟು, ನೀ ಕೂಡ ನಾಯಕತ್ವ ಉಂಟು, ನೀ ಕೂಡ ಬದಲಾವಣೆ കൊണ്ടുവരಗೂ ಸಾಧ್ಯ ಉಂಟು ಜೊನ್ನೆ ಧೈರ್ಯತೆ ತುಂಬಿದಂತ ಸಂಘಟನೆ ಆಯ್ತು ಕಡೆ ಪಾಪ್ಯುಲರ್ ಫ್ರಂಟ್ ಆಫ್ ಇಂಡಿಯಾ ചൊല്ലത്. ഇവിടെ ബാബറി മസ്ജിദ് തുംസായപ്പ ഒരു സെക്യുലർ പക്ഷത്തെ ഡിസ്ട്രിക്ട് മീറ്റിംഗില സ്റ്റേറ്റ് മീറ്റിംഗില നാഷണൽ മീറ്റിംഗില അതിന്റെ മകളെ ಹೋರಾಟಕ್ಕೆ ഒരു സന്ദേശം കൊടുക്കൂ ഒരു സെക്യുലർ പാർട്ടിക്കും സാധ്യമായിട്ടില്ല ചൊല്ല് ഒരു വാസ്തവനെ മനസ്സിലാക്കണോ. അതേപോലെ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുസ്ലിം സമൂഹത്തെ വംശഹത്യ നടത്തിയപ്പോ ഒരു സെക്യുലർ പാർട്ടിയെ ഡിസ്ട്രിക്ട് മീറ്റിംഗില സ്റ്റേറ്റ് മീറ്റിംഗില അങ്ങനെ നാഷണൽ മീറ്റിംഗില അങ്ങനെ ವಿರುದ್ಧ ಹೋರಾಟಕ್ಕೆ ഒരു ಸಂದೇಶ ಭಾರತೀಯ ಜಾತ್ಯತೀತ ಪ್ರಜಾಪ್ರಭುತ್ವ ವಿಶ್ವಾಸವಲ್ಲ ಜನಗಳಿಗೆ കൊടുക്കുക സാധ്യമായിട്ടില്ല. അത് മാത്രമല്ല നിരപരാധിയായ മൗലാന അബ്ദുൽ നാസർ മദനിനെ അക്രമമായിട്ട് കോയമ്പോർസ് ജയിലിൽ വെച്ചിട്ട് സുപ്രീം കോർട്ട് പോലും ഇത് അക്രമ ബന്ധന ചെന്നപ്പോ ആ ബന്ധനത്തിൽ വെച്ച് കാരണകർത്തരായ ഇവിടെ ആಡಳಿತ വർഗത്തെ ഇവിടെ പോലീസ് ഇലാഖೆಗೆ ശിക്ഷിക്കൊണ്ട് ചെന്നിട്ട് ഒരു സെക്യുലർ പാർട്ടിയെ ഒരു രാഷ്ട്രീയ മീറ്റിംഗില ഒരു സ്റ്റേറ്റ് മീറ്റിംഗില ഒരു ഡിസ്ട്രിക്ട് മീറ്റിംഗില പൽക്കവരെയൊക്കെ നാം അറിയാത്ത സന്ദർഭങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിയില് ദേവസ്ഥാനത്തില് ദർഗാ ഷരീഫില് ബാമ്പ് സ്ഫോടനം ഉണ്ടാക്കിയിട്ട് ആ ബാമ്പ് സ്ഫോടനത്തിന്റെ പേരിൽ നിരപരാധികളായ ഉന്നത ശിക്ഷണ പഠിച്ച മുസ്ലിം സമുദായത്തെ ആൾക്കാരെ പോയി ജയിലിൽ വെച്ച സമയത്തില് എന്നിട്ട് നെയ്ജ് ആരോപിച്ച് വന്നിട്ടു കൂടെ ഹേമന്ത് കർക്കരെ ചൊല്ല് ഒരു ധീമന്തരായ ഒരു ആಡಳಿತಾಧಿಕಾರಿ രാഷ്ട്രത്തെ മുന്നിൽ വെച്ചപ്പോ ആ ഹേമന്ത് കർക്കരെ കൂടെ ശാരീരികമായിട്ട് അന്ത്യാനൂടെ കണ്ടത്. പക്ഷെ ഇതിന്റെ മകൾ പൽക്കവരോഗൂ ഇതിന്റെ മകൾ ചർച്ചയാക്കൂ ഒരു സെക്യുലർ പാർട്ടിയെ ഒരു നാഷണൽ മീറ്റിംഗിൽ സാധ്യമായിട്ടില്ല, ഒരു സ്റ്റേറ്റ് മീറ്റിംഗിൽ സാധ്യമാവില്ല, ഇന്ത്യൻ പാർലമെന്റിൽ സാധ്യമാവില്ല. ഞങ്ങളുടെ സമൂഹത്തെ നല്ല കാര്യക്രമം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തെ മംഗല ഉണ്ടെങ്കിൽ ഉറൂസ് ഉണ്ടെങ്കിൽ പല്ലുദ്ഘാടനം ഉണ്ടെങ്കിൽ മദ്രസ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ എല്ലാ സെക്യുലർ മുഖപാടുള്ള നേതാക്കന്മാർ സ്റ്റേജിൽ വെച്ചിട്ട് മാലെടുപ്പാടാറ് സന്മാനാക്കിടാറ്. പക്ഷേ ഞങ്ങളുടെ സമുദായത്തെ ബാധിക്കുക കഷ്ട കാർപ്പണ്യ സമസ്യ തൊണ്ടർ വർമ്മത്തു തിരിഞ്ഞു നോക്കില്ല. ഇത് ഞങ്ങൾ മനസ്സിലാക്കണു, ഇത് ഞങ്ങൾ അർത്ഥാക്കണു. അതുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് ഉറൂസുക്ക് വന്നില്ലെങ്കിൽ ആവൂ അല്ലെ പല്ലുദ്ഘാടനം വന്നില്ലെങ്കിൽ ആവൂ. പക്ഷെ പല്ലിക്ക് കല്ലെറിഞ്ഞപ്പോ ഇങ്ങ പറഞ്ഞു, പല്ലിക്ക് പന്നിയിറച്ചെറിഞ്ഞപ്പോ ഇങ്ങ പറഞ്ഞു, ആ പല്ലി പൊളിക്കുമ്പോ ഇങ്ങ പറഞ്ഞു, മുസ്ലിമീങ്ങളെ വംശഹത്യ ചെയ്യുമ്പോ ഇങ്ങ പറഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങ പണ്ടില്ല ಬಾಂಬ್ ಸ್ಫೋಟನ നടത്തിയങ്ങ ബാബറി മസ്ജിദ് ധ്വംസാക്കിയങ്ങ ലിബറഹൺ ആയോഗത്തെ വറുതി വന്നിട്ട് ആരോപികളെ പട്ടു കൊടുത്തപ്പോ പോലും അങ്ങനെ മൊബൈൽ നമ്പർ അങ്ങനെ ಹಿನ್ನೆಲೆಮ അങ്ങനെ കുടുംബമ അങ്ങനെ പക്ഷമ അങ്ങനെ പാർട്ടിയ ഒർക്കവിടെ വിചാരണക്ക് ഒളപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടോട് കേൾക്കുന്നതായ ജവാബ്ദാരി സെക്യുലർ പാർട്ടി എംപിമാർക്കുണ്ടു, സെക്യുലർ പാർട്ടി മന്ത്രിമാർക്കുണ്ടു, സെക്യുലർ പാർട്ടി എംഎൽഎമാർക്കുണ്ടു. അതുകൊണ്ട് ആ സ്വരം അങ്ങ് ആക്കണു. അങ്ങ് ആക്കിയിട്ട് പിന്നെ ഈ സമുദായത്തെ വോട്ട് കേൾക്കോ പറഞ്ഞു. ഈ കാര്യം നല്ല പോലെ എല്ലാ പാർട്ടി എല്ലാ പക്ഷത്തുക്ക് ഈ സമുദായത്തെ ഒത്തുകൊടുത്തിട്ടില്ലേ നാമധാരി മുസ്ലിം നേതാക്കന്മാർ മനസ്സിലാക്കൊണ്ട് ചെന്നിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ഇത് ഞങ്ങൾക്കുള്ള ഒരു എച്ചരിക്ക കൂടിയായിട്ട്. അതുകൊണ്ട് ഈ സമുദായത്തിന് സമർത്ഥമായ നായകത്വ ഇവിടെ ഉലമായി കൊടുക്കണു, ഇവിടെ ഉമറായി കൊടുക്കണു. പള്ളിയുടെ പ്രസിഡന്റ് ആയ മയാവലെ പള്ളിക്ക് കല്ലെറിയുമ്പോ പോയിട്ട് ഒരു കേസ് കൊടുക്കാനുള്ള ധൈര്യം ആ പ്രസിഡന്റിക്ക് വേണു. പള്ളിക്ക് കല്ലെറിയുമ്പോ അവിടെ അക്രമ അന്യായ ദൗർജന്യ സമുദായത്തിൽ ഉണ്ടാകുമ്പോ ആ പള്ളിയുടെ ഇമാം കൂട്ടിയായിട്ട് കേസ് കൊടുക്കുന്ന പോലത്തെ ഇമാമിങ് അവിടെ ഉണ്ടായിട്ട് പറഞ്ഞു. അതാണ് ഈ സമുദായത്തിന്റെ ആവശ്യമുള്ളത്. ന്യായത്തിനായിട്ട് ഹോറാട്ടാക്കുന്ന സന്ദർഭത്തിൽ ഇന്നിട്ട് ഹോറാക്കിട്ടാക്കണമായിട്ടിക്കട് യഥാർത്ഥ മുമ്പിന് ആ പാരമ്പര്യമായിട്ടിക്കട് സ്വഹാബത്തിന്റെ പാരമ്പര്യ ആ പാരമ്പര്യമായിട്ടിക്കട് അമ്പിയാക്കളുടെ പാരമ്പര്യ ആ പാരമ്പര്യമായിട്ടിക്കട് ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി കാട്ടിത്തന്നത്, വെല്ലങ്കോട് ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി കാട്ടിത്തന്നത്, അതുപോലെ ജഗദി മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കാട്ടിത്തന്നത്, കുഞ്ഞാലി മലക്കാർ കാട്ടിത്തന്നത്, മലപ്പുറം ശ്രോതാക്കൾ കാട്ടിത്തന്നത്, ഇതെല്ലാം രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് ജിഹാദാക്കി അങ്ങ് ഹോറാട്ടാക്കിയിട്ട് ഈ ദേശത്ത് സ്വാതന്ത്ര്യം എടുത്തിട്ട് കണ്ടെങ്കിൽ ഇന്ത്യ ആ സ്വാതന്ത്ര്യത്തെ ഹോറാട്ടാക്കിയ ആ സമുദായത്തെ ആൾക്കാർ ഇന്ത്യയുടെ ജീവിക്കോ സാധ്യമില്ലാത്ത പരിസ്ഥിതി നിർമ്മാണാക്കിക്കൊണ്ടുള്ളാറ്. എവിടെ ഒരു പള്ളി കെട്ടണമെങ്കിൽ എവിടെ ഒരു മദ്രസ കെട്ടണമെങ്കിൽ അത് അധികൃതമായ കാനൂണിന്റെ ചൗക്കട്ടിൽ എല്ലാ രേഖയും ശരിയാക്കേണ്ടി കണ്ടെങ്കിൽ പോലും പിന്നെ ഏതെങ്കിലും ഒരു സംഘപരിവാരുടെ അനുമതി കൂടി വേണം. അത് DC പാസ്സാക്കാനുണ്ട് കണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടു പോയിട്ടില്ലേ. അതുകൊണ്ട് ഈ എല്ലാ സമസ്യകളും അർത്ഥമായിട്ട് സമുദായം ഒന്നായിട്ട് സമുദായയുടെ ഇസ്സത്തുമേനായിട്ട് സമുദായയുടെ സ്വാഭിമാനത്തുമേനായിട്ട് സമുദായയുടെ അസ്തിത്വ ഉലിയോവനായിട്ട് നാണ് തന്റെ കുടുംബ നാശായ സാറില്ല. ഈ സമുദായ ഇസ്സത്തിൽ അഭിമാനത്തിൽ അന്തസ്സിലൂടെ ജീവിക്കണം എന്ന നിയത്തിൽ ഓരോരുത്തരും പോരാട്ടത്തിൽ കൈ ജോഡിച്ചണം, പോരാട്ടത്തിലൂടെ ഹക്കിടെ പടഞ്ഞെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 1940 ಡಿಸೆಂಬರ್ 10ರಂದು ವಿಶ್ವಸಂಸ್ಥೆಯ ಮಹಾಸಭೆಯಲ್ಲಿ ಮಾನವ ಹಕ್ಕುಗಳ ಕುರಿತಂತೆ ಒಂದು ಘೋಷಣೆಯನ್ನ ಹೊರಡಿಸಲಾಯಿತು. ಆ ಘೋಷಣೆ ಮಾನವ ಹಕ್ಕುಗಳ